തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ ഗോതയിൽ പാർട്ടികൾ സജീവമായി കഴിഞ്ഞു. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പും മെയ് 4-ന് വോട്ടെണ്ണലും നടക്കാനിരിക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നിർണായകമായ നീക്കങ്ങളാണ് കേരളത്തിലുടനീളം നടക്കുന്നത്. തുടർഭരണമോ അതോ ഭരണമാറ്റമോ? ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളവും. 3-ാം തവണയും അധികാരം പിടിക്കാൻ ലക്ഷ്യമിട്ട് LDF രംഗത്തിറങ്ങുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് UDF പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് UDFന് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്ന UDFനെ സംബന്ധിച്ച് അധികാരത്തിൽ തിരിച്ചെത്തുക എന്നത് കേരളത്തിലെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടി വിഷയമാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഉപതെരഞ്ഞെടുപ്പുകളിലെയും ലോക്സഭയിലെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും മേധാവിത്വവും ഉയർത്തിക്കാട്ടി ഒത്തൊരുമയോടെ നീങ്ങിയാൽ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ടീം UDF. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF മറ്റു പാർട്ടികളെക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ആധിപത്യം പുലർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് മുസ്ലിം ലീഗാണ്. ചരിത്ര നേട്ടമാണ് ലീഗ് നേടിയത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടീം UDFന്റെ കരുത്തായി മുസ്ലിം ലീഗ് ഒപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റുമായാണ് ഇത്തവണ മുസ്ലിം ലീഗ് രംഗത്തെത്തിയത്. അവസാന ദിവസം വരെ സസ്പെൻസ് നിലനിന്ന ലിസ്റ്റ്. മാധ്യമപ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഒരിക്കൽ പോലും പിടികൊടുക്കാത്ത തീരുമാനങ്ങൾ. മുസ്ലിം ലീഗ് UDFിൽ നിന്ന് ലഭിച്ച 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പുതിയൊരു ചരിത്രമാണ് പിറന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത് ആദ്യമായി 2 വനിതകൾ സ്ഥാനം പിടിച്ചു എന്നതാണ് ചരിത്രപരമായ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പതിവ് ശൈലികൾ തിരുത്തിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനുള്ള ലീഗ് സ്ഥാനാർത്ഥി നിർണയം. ലീഗിന്റെ സംഘടനാ ചരിത്രത്തിലെ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. പൊതുരംഗത്തെ സ്ത്രീകളെ സംബന്ധിച്ച് യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകൾ ഉപേക്ഷിച്ച് 2 വനിതകളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ലീഗിന്റെ തീരുമാനം പാർട്ടിക്കുള്ളിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ ലീഡിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിൽ വിജയിച്ച മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ഹരിത മുൻ നേതാവുമായ ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ മത്സരിക്കും. പാർട്ടിക്കുള്ളിലെ ലിംഗനീതിക്ക് വേണ്ടി ശക്തമായി വാദിച്ചിട്ടുള്ള ഫാത്തിമയുടെ സ്ഥാനാർത്ഥിത്വം യുവജന വിഭാഗത്തിന് വലിയ ആവേശമാണ് നൽകുന്നത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ ജയന്തി രാജൻ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ പിറന്നത് പുതു ചരിത്രമാണ്. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയുമായാണ് UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയ കളത്തിലിറങ്ങുന്നത്. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ഫാത്തിമ തഹ്ലിയ എത്തുന്നതോടെ മണ്ഡലം ശ്രദ്ധേയമായ ഒരു പോരാട്ട ഭൂമിയായി മാറുകയാണ്. യുവത്വവും സ്ത്രീ പ്രാതിനിധ്യവും മുൻനിർത്തി ലീഗ് നടത്തുന്ന ഈ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അഭിഭാഷക എന്ന നിലയിലും മികച്ച വാഗ്മി എന്ന നിലയിലും ശ്രദ്ധേയയായ തഹ്ലിയ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും പാർട്ടി നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ട്. യുവതിയായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിലെ വോട്ടർമാരിലെ പുതുതലമുറയെയും സ്ത്രീകളെയും സ്വാധീനിക്കാൻ തഹ്ലിയയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും. നല്ല വാക്ചാതുര്യമുള്ള ഫാത്തിമ തഹ്ലിയയ്ക്ക് രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളുണ്ട്. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവും പ്രചാരണ വേളയിൽ ഫാത്തിമയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. പതിറ്റാണ്ടുകളായി LDF കോട്ടയായി തുടരുന്ന പേരാമ്പ്രയിൽ ഒരു പുതിയ മുഖം വരുന്നത് മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരെ ആകർഷിച്ചേക്കാം. വികസനവും ഭരണവിരുദ്ധ വികാരവും ചർച്ചയാക്കി മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് ലീഗ് കണക്കുകൂട്ടുന്നത്. എന്നാൽ തങ്ങളുടെ കോട്ട കാക്കാൻ LDF നടത്തുന്ന പ്രതിരോധം മറികടക്കുക എന്നത് ഫാത്തിമ തഹ്ലിയയ്ക്ക് അഗ്നിപരീക്ഷ തന്നെയായിരിക്കും. പാർട്ടി ഏൽപ്പിച്ച ഈ വലിയ ദൗത്യത്തെ ഭാഗ്യമായാണ് കാണുന്നതെന്നും ഫാത്തിമ തഹ്ലിയ പറയുന്നു. പേരാമ്പ്രയിലെ സ്ത്രീകളും സാധാരണക്കാരും ഉൾപ്പെടെയുള്ള മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണ തനിക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഫാത്തിമ തഹ്ലിയ കേരളത്തിലുടനീളം ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ തരംഗത്തിന്റെ പ്രതിഫലനം പേരാമ്പ്രയിൽ പ്രകടമാകുമെന്നും LDF സർക്കാരിന്റെ ഭരണത്തിന് അറിഞ്ഞു വരുത്താൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. ഇടത് കോട്ടയായി അറിയപ്പെടുന്ന പേരാമ്പ്രയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയുടെ യുവ നേതാക്കളിൽ പ്രധാനിയായ ഫാത്തിമ തഹ്ലിയയെ തന്നെ ലീഗ് നേതൃത്വം മത്സരത്തിനായി രംഗത്തിറക്കിയത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറ്റിച്ചിറയിൽ ഫാത്തിമ തഹ്ലിയ നേടിയ മിന്നുന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ.
അതേസമയം മുസ്ലിം ലീഗിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവെന്ന രീതിയിൽ ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ സജീവവുമായ ജയന്തി രാജൻ കൂത്തുപറമ്പിൽ വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ്. വയനാട് ജില്ലയിലെ പൂതാടി പഞ്ചായത്തിൽ നിന്ന് 2010 മുസ്ലിം ലീഗ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ടാണ് സജീവ രാഷ്ട്രീയത്തിലെത്തിയത്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ നിർണായകമായ മാറ്റം കുറിച്ച നേതാവാണ് ജയന്തി രാജൻ. പാർട്ടിയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകളിൽ ഒരാളാണ് ജയന്തി രാജൻ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി 2025 മെയ് മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ മതേതര മുഖമായി ഉയർത്തിക്കാട്ടപ്പെടുന്ന ജയന്തി രാജൻ വയനാട് ഇരളം സ്വദേശിയാണ്. പരമ്പര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ജയന്തി പ്രവർത്തിച്ചിട്ടുണ്ട്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തിച്ചിരുന്നു. ചാനലുകളിലൂടെ തന്റെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞ ജയന്തി രാജൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തന്റെ കന്നി അംഗത്തിൽ വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ഇത്തരത്തിൽ വനിതകൾക്ക് പാർട്ടിക്കുള്ളിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകാനും പൊതുരംഗത്ത് അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള മുസ്ലിം ലീഗിന്റെ പുതിയ ശ്രമം അഭിനന്ദനാർഹമാണ്. മുതിർന്ന നേതാക്കൾക്ക് പകരം യുവ നേതാക്കൾക്കും വനിതകൾക്കും അവസരം നൽകുന്നത് വഴി വോട്ട് ബാങ്ക് വിപുലീകരിക്കാനാണ് ലീഗ് ലക്ഷ്യമെടുത്തത്. ജയന്തി രാജനെ പോലൊരു നേതാവിനെ മത്സരിപ്പിക്കുന്നത് വഴി മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടി എന്നതിലുപരി എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്ന സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ സാധിക്കുന്നു. ഒപ്പം നേതൃപാടവവും ശക്തമായ നിലപാടുകളുമുള്ള ഫാത്തിമ തഹ്ലിയ, ജയന്തി രാജൻ എന്നിവരെ പോലുള്ള വനിതാ നേതാക്കളുടെ ശബ്ദം ലോക്സഭയിൽ ഉയരേണ്ടതുണ്ട്. അതിനുള്ള ആദ്യപടിയാണ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.